RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, പൂരംകാലത്ത് DGP കണ്ടെത്തുന്നുണ്ട്, ഒരു ഉദ്യോഗസ്ഥന് ഇത്രയധികം സംരക്ഷണം എന്തിനാണ് അതെല്ലാവരും ചോദിക്കുന്നു. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്ന ഒരാളല്ല, വളരെ കർശനമായ നടപടിയെടുക്കുന്ന ആൾ. പക്ഷേ ഈ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു റിസർവേഷൻ പോലെയാണ്. കാരണം രാഷ്ട്രീയ ബോധ്യത്തിൽ ADGP RSSമായി കൂടിക്കാഴ്ച നടത്തി തെറ്റെന്ന് പോലും അങ്ങ് പറയുന്നില്ല. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാമെന്നാണ്. ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ഇത് ആർക്കും കേൾക്കാൻ പറ്റൂല. ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരാൾ ആവർത്തിച്ച RSS നേതാക്കളെ പോയി കാണുന്നു. അതിലൊരു ശരികേടില്ലേ? അതൊരു പ്രശ്നം. ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തില്. നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എന്റെ നിലപാട് ശരിയായിക്കൊണ്ടെന്നല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാട് എന്താ? ഞാൻ ഈ സ്വരത്തിലല്ലല്ലോ സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് എന്താണോ വേണ്ടത് അപ്പം തീരുമാനിക്കാമെന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നല്ലേ ഉള്ളൂ. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ. നിങ്ങളെല്ലാരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളിപ്പോ ആവർത്തിക്കുന്നത്. അതായത് ADGP ഈ RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞില്ല. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞു. അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ്. അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നടപടിയല്ലേ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത്. അപ്പോ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ലാതെ അതിനു മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം.